Then higher education. Next topic ആണ് higher education. The NIP 2020 proposes significant changes in higher education to promote multidisciplinary and flexible learning. അത് NEP 2020 ഭാഗമായിട്ട് തന്നെയാണ് ഈ ഹയർ എഡ്യൂക്കേഷനും മാറ്റം വരുത്തിയിട്ടുണ്ട്. It introduced the academic bank of credit system. ഈ ഒരു ABC സിസ്റ്റത്തിലാണ് ഇനിയുള്ള അക്കാദമിക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അലോവിങ് സ്റ്റുഡൻസ് ടു ടേക്ക് കോഴ്സസ് അക്രോസ് ഡിസിപ്ലിൻസ് ആൻഡ് അക്യുമുലേറ്റ് ക്രെഡിറ്റ്സ്. The policy encourages the establishment of multidisciplinary education at research university, MERUS, and degree granting autonomous college. ഇതെന്താണ് കോളേജിലൊക്കെ ഈ ഒരു സിസ്റ്റമിന് പോവാണ്. അതായത് ഇപ്പോൾ ഈ 4th ഇയർ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ ഡിഗ്രി BEd BEd DLEd ഒക്കെ ഒഴിവാക്കി ആ ഒരു സിസ്റ്റമാണ് ഉള്ളത്. Institution and faculty will have autonomy to innovate curriculum, pedagogy, and assessment within a broad framework of higher education qualification, ensuring consistency across programs and modes. Then universities and colleges will establish high-quality support centers with adequate funds and academic resources to support students from socio-economically disadvantaged background. ഡിസഡ്വാൻറ്റേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫണ്ടൊക്കെ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ടീച്ചർ എഡ്യൂക്കേഷൻ. By 2030, the minimum degree qualification of teaching will be a 4-year integrated BEd degree that teaches a range of knowledge, content and pedagogy. അതായത് ഇപ്പോൾ ഇനി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് പറയണത് 2030 ആകുമ്പോഴേക്കും BEdും ഒക്കെ ടീച്ചിങ് ട്രെയിനിങ് കോഴ്സും ഒക്കെ എടുത്ത് പോയിട്ട് ആ 4 years ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ തുടങ്ങി വെച്ച ഈ ഒരു അക്കാദമിക് ഇയർ മുതൽ തുടങ്ങി വെച്ച ആ ഒരു ഡിഗ്രി. ഇറ്റ് വിൽ ഇൻക്ലൂഡ് സ്ട്രോങ് ആൻഡ് പ്രാക്ടീസം ട്രെയിനിങ് ഇൻ ദ ഫോം ഓഫ് സ്റ്റുഡൻസ് ടീച്ചിങ് അറ്റ് ലോക്കൽ സ്കൂൾസ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ആ 3 വർഷത്തെ ആ ഒരു ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് ഒരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 4th ഇയർ എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനിങ്ങും ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലോക്കൽ സ്കൂളിൽ ട്രെയിനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കരിക്കുലമാണ് ഇനി വരാൻ പോകുന്നത്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCFTE 2021 will be formulated by the NCTE in consultation with NCERT. NCERTയുടെ കൺസൾട്ടേഷൻ കൂടെയാണ് NCTE എന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു ഫ്രെയിംവർക്കൊക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസ്. ഇനി ഉള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. സ്റ്റാൻഡ് അലോൺ യൂണിവേഴ്സിറ്റീസ് ഇൻ വേരിയസ് ഫീൽഡ് ഇൻക്ലൂഡിംഗ് അഗ്രികൾച്ചർ, ലോ, ഹെൽത്ത് science and technical are aiming to become multidisciplinary institutions that provide holistic and multidisciplinary education. ഇപ്പോൾ എന്താ വേരിയസ് ഫീൽഡായിട്ടുള്ള അഗ്രികൾച്ചർ, ലോ, ഹെൽത്ത്, സയൻസ് ആൻഡ് ടെക്നിക്കൽ ഇവയൊക്കെ ഒരൊറ്റ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ കൊണ്ടുവരിക. അപ്പോൾ അതെന്താണ് ലക്ഷ്യം വെക്കുന്നത്, ഒരു മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. എങ്ങനെ അവരൊരു മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസായ അഗ്രികൾച്ചർ, ലോ, ഹെൽത്ത്, സയൻസ് പോലെയുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വേരിയസ് ഫീൽഡിലായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലുള്ള ഫീൽഡിനൊക്കെ ഒറ്റൊരു യൂണിവേഴ്സിറ്റിക്കൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ ലക്ഷ്യം വെക്കുന്നത്. By 2020-30, all professional and general education institutions will aim to evolve into integrated seamless institutional clusters. ഓക്കെ, 2030 ആകുമ്പോഴേക്കും എല്ലാ പ്രൊഫഷണൽ അല്ലെങ്കിൽ ജനറൽ എഡ്യൂക്കേഷനും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്, ഇവോൾവ് ഇൻറ്റു ഇൻ്റഗ്രേറ്റഡ് സീംലെസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്.
The capacity and quality of agriculture and related disciplines need to be enhanced for agricultural productivity through skilled graduates, innovative research, and market-based extension based on the technologies and practices. അഗ്രികൾച്ചറിൻ്റെ ഒക്കെ ക്വാളിറ്റിയും കപ്പാസിറ്റിയും ആൻഡ് റിലേറ്റഡ് ഡിസിപ്ലിൻസ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് നീഡ് ടു ബി എൻഹാൻസ്ഡ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. ഇതൊക്കെ എന്ത് ചെയ്യണം? അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റീനെ കൂടുതലാക്കണം. എങ്ങനെയൊക്കെ കൂടുതലാക്കണം? ത്രൂ സ്കില്ലഡ് ഗ്രാജുവേറ്റേഴ്സ്, കഴിവുള്ള ഗ്രാജുവേറ്റേഴ്സിലേക്കൂടെ, അതിന് ഇന്നോവേറ്റീവ് റിസർച്ച്, പുതിയ അഗ്രികൾച്ചറിനൊക്കെ പുതിയ റിസർച്ച് കൊണ്ടുവരിക, അതിൻ്റെ മാർക്കറ്റ് ബേസ്ഡ് എക്സ്റ്റൻഷൻ ബേസ്ഡ് ഓൺ ടെക്നോളജി ആൻഡ് പ്രാക്ടീസ്. ടെക്നോളജി പ്രാക്ടീസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മാർക്കറ്റ് ബേസ്ഡ് എക്സ്റ്റൻഷനൊക്കെ കൂട്ടി ഇന്നോവേറ്റീവ് റിസർച്ചിലൂടെ സ്കില്ലഡ് ഗ്രാജുവേറ്റുകളുടെ അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്നാണ് ഇതിൽ ലക്ഷ്യം വെക്കുന്നത്. അഗ്രികൾച്ചർ പ്രൊഫഷണലോടൊക്കെ